ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബും തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫോട്ടോസിൻ്റെ കളിയാണ്. ഇതിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഫോട്ടോസാണ്. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോസ് നമുക്ക് നമ്മുടെ രീതിയിൽ നമുക്ക് ഒന്ന് ആക്കി നോക്കാമല്ലോ. അപ്പോൾ ജെമിനി വേണം കേട്ടോ. ജെമിനി ഇല്ലാത്തൊരു പ്ലേ സ്റ്റോർ വഴി ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ജെമിനി ഓപ്പൺ ചെയ്യുക. ജെമിനി ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഇൻ്റർഫേസ് വരും. അപ്പോൾ നമുക്ക് ഗാലറി സെലക്ട് ചെയ്യുക. ഗാലറിയിൽ നമ്മുടെ ചൈൽഡ്ഹുഡിൻ്റെയും നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇമേജ് കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കണേ. എന്ന് വെച്ചാൽ നമ്മൾ ആ ജേണി ആണെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കണം. എന്നിട്ട് ഇതിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രോംപ്റ്റ് കൊടുക്കുക. ആ പ്രോംപ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഇച്ചിരി ചില കാര്യങ്ങളോട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എത്ര ഏജ് കാറ്റഗറി മുതലുള്ള ജേണി നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇതിൽ കൊടുത്തേക്കുന്ന ജേണി അല്ലായിരിക്കും നിങ്ങളുടെ. അപ്പോഴത്തേനും നിങ്ങൾ എന്തായാലും അത് ചേഞ്ച് ചെയ്തേ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇതിൽ കിടക്കുന്ന ജേണി ഞാൻ എൻ്റെ ജേണി അതിൽ 24ൻ്റെ ജേണിയാണ് കിടക്കുന്നത്. ഇപ്പം ഞാൻ 1998 ടു 2026 ജേണി എന്ന് വെച്ചാൽ എനിക്ക് 27 അതിൽ കേക്കിൻ്റെ ഒരു ഇമേജ് വരും. അതിൽ നമുക്ക് ഏജിൻ്റെ ഇത് കൊടുക്കും. അപ്പം എനിക്കിപ്പോൾ 27ൻ്റെ വേണം. അപ്പം നമ്മൾ അത് കറക്റ്റായിട്ട് നമ്മൾ ആ പ്രോംപ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും. ആ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസിനൊന്നും വേരിയേഷൻ വരും. അതുകൊണ്ട് നമ്മൾ അടിപൊളിയായിട്ട് പ്രോംപ്റ്റ് ഒന്ന് വേരിയേഷൻ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മുടെ ഏജ് കാറ്റഗറി മാറ്റി കൊടുക്കണം. അത് മാറ്റി കൊടുത്തിട്ട് നമ്മൾ ആ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് യുവർ ഇമേജ് വരും. ജെമിനിയുടെ ആ ക്രിയേറ്റിംഗ് യുവർ ഇമേജ് വരും. ആ ഇമേജ് പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ആകും കേട്ടോ. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ലോഡ് ആ ഇമേജ് ഏയിക്കുന്നു. ആ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ജസ്റ്റ് ഇമേജിങ്ങൊന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ടൈമിംഗ് ഉള്ളൂ. ഒരു 1 മിനിറ്റ് ഒന്നും വേണ്ട. അതിന് മുമ്പിട്ട് നമുക്ക് ഇമേജ് ആണെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് നെറ്റൊക്കെ ഫാസ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇമേജ് കിട്ടും. പക്ഷേ അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ളതുണ്ടോ ആ പ്രോംപ്റ്റ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ള അടിപൊളി ഇമേജ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഇത് അടിപൊളി ട്രിക്ക്. ഈ ഇമേജൊക്കെ വന്നപ്പോഴത്തേന് അടിപൊളി ഇമേജുകൾ നമുക്കിവിടെ കിട്ടും കേട്ടോ. കണ്ടോ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഇമേജ് കിട്ടാം. അതുമാത്രമല്ല നമ്മുടെ ഫേസിലൊന്നും യാതൊരു വ്യത്യാസം വരുത്തും. നല്ല ക്ലിയർ ആയിട്ട്. പിന്നെ ഡൗൺലോഡിങ് ഓപ്ഷനിൽ ഞെക്കി കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഗാലറിയിലോട്ട് പോവുകയാണ്. എന്ന് വെച്ചാൽ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഇമേജ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യും കിട്ടും. എന്ന് വെച്ചാൽ ഈ ഒരു 2026 ആയപ്പോഴത്തേനും ലോകം ഒരുപാട് അങ്ങ് വലുതായതുപോലെ അടിപൊളി ഇമേജുകളും ഫോട്ടോസുകളും ഒക്കെ നമുക്ക് നമ്മുടെ ഫോണിൽ നമുക്ക് സൂക്ഷിക്കാം. ക്ലാരിറ്റിയുള്ള ഫോണ് കാര്യങ്ങളൊന്നും ഇപ്പോൾ വേണ്ട ഇല്ലയോ. ഇതുപോലെ അടിപൊളിയുള്ള ഫോട്ടോസുകൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇതങ്ങ് നമുക്ക് ചെയ്യാവുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ആ ബെസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇമേജ് ചെയ്ത് തരും. പക്ഷേ നമ്മൾ ഒറ്റ കാര്യം ആ പ്രോംപ്റ്റ് നമ്മളൊന്ന് മാറ്റി കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ ഏജിൻ്റെ ആ പ്രോംപ്റ്റിൽ കിടക്കുന്ന ഏജിൻ്റെ കാറ്റഗറിയിൽ നമ്മൾ മാറ്റുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് പോകും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചെറിയ ചാനലിലൂടെ ഒന്ന് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. അപ്പം ഓടിപ്പോയി ജെമിനി ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ഫോട്ടോസ് ആക്കിക്കോ.